ഇതെല്ലാം നമ്മൾ മനസ്സിലായെങ്കിലും നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ടെങ്കിലും സമ്പാദിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളൊക്കെ അറിയാം, നമുക്കെല്ലാവർക്കും അറിയാം, സമ്പാദ്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചെലവ് കഴിച്ച് അവശേഷിക്കുന്നതാണ് സമ്പാദ്യം എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ചെലവ് കഴിച്ച് സമ്പാദിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല. കാരണം നമ്മുടെ ചെലവുകൾ നമുക്ക് തോന്നും ഇതെല്ലാം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു എന്നുള്ള അനുഭവം ഉള്ളതുകൊണ്ട് നമുക്ക് ചെലവ് കഴിച്ച് സമ്പാദിക്കുക എന്ന് പറയുന്ന കാര്യം തീരെ നടക്കാത്തൊരവസ്ഥയാണ് ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിന് പ്രതിവിധി എന്താണ്? നമ്മൾ ഓരോരുത്തരും ഒരു കാര്യം തീരുമാനിക്കണം. നമ്മൾ എന്തായാലും ഗൾഫിൽ വന്നിട്ടുള്ളത് ഒരു നല്ല ജീവിതം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ആ ജീവിതം നമ്മൾ ഇവിടെ ഇപ്പോൾ നൽകുന്നത് നമ്മുടെ കുടുംബത്തിനെല്ലാം നൽകുന്നു. പക്ഷേ അതിനു വേണ്ടി കുടുംബത്തിന് നല്ലൊരു ജീവിതം നൽകാൻ വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതം ഹോമിച്ച് കളയുകയാണ്. സാധാരണ ഗൾഫ് ജീവിക്കുന്ന പ്രവാസികൾ മെഴുകുതിരി പോലെയാണെന്ന് നമ്മൾ പറയാറുണ്ട്. മെഴുകുതിരി മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുവാൻ വേണ്ടി കത്തിത്തീരുകയാണ് എന്നതുപോലെ നാട്ടിലുള്ളവർക്ക് ജീവിതം നൽകാൻ വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതം ഹോമിച്ച് കളയുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു ജീവിതം നൽകിക്കൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾക്ക് എല്ലാ ചെലവുകളും ഉണ്ടാവുന്നത് നമുക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടിയാണ്. അപ്പോൾ തീരുമാനിക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ നമുക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടിയുള്ള ചെലവ് നമ്മളുടെ സമ്പാദ്യത്തിൽ നിന്നുള്ള, നമ്മുടെ വരുമാനത്തിൽ നിന്നുള്ള സമ്പാദ്യമാണ്. നമുക്ക് ശമ്പളം കിട്ടിയാൽ അത് കച്ചവടത്തിൽ നിന്നാണെങ്കിൽ ഓരോ മാസവും അതിൽ നിന്നൊരു സംഖ്യ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതിൻ്റെ ഏറ്റവും ചുരുങ്ങിയത് 20% ആ പണം കയ്യിൽ കിട്ടിയ നിമിഷം മാറ്റിവെക്കുക. എന്നിട്ട് തീരുമാനിക്കുക, ഇത് ഞാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്യുന്ന ആദ്യത്തെ ചിലവാണെന്നുള്ള ഒരു ധാരണയോടുകൂടി മാറ്റിവെക്കുക. ആ മാറ്റിവെക്കുന്ന സംഖ്യ ഉടനെ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുകയും അങ്ങനെ അത് ഒരു വലിയ സംഖ്യയായി തീരുമ്പോൾ അത് നിക്ഷേപങ്ങളാക്കി മാറ്റുകയും ചെയ്യുക. അങ്ങനെ തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും പലരും പറയും അത് ബുദ്ധിമുട്ടാണെന്ന്. അപ്പോൾ ഞാൻ വീണ്ടും അത്തരക്കാരോട് ചോദിക്കുകയാണ്, നമ്മളൊക്കെ ഇവിടെ വന്ന് ഇത്രയും കാലം ജീവിച്ചു, ഇപ്പോൾ ജീവിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ ശമ്പളം കിട്ടിയിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിട്ടുണ്ടാവും. അന്നും നമ്മളും നമ്മുടെ കുടുംബവും ജീവിച്ചിരുന്നു. എന്നാൽ എന്തുകൊണ്ട് ഇപ്പോൾ നമുക്ക് എൻ്റെ ശമ്പളം 20% കുറഞ്ഞിരിക്കുകയാണ് എന്ന് മനസ്സിൽ ധരിച്ചുകൂടാ? അങ്ങനെ ധരിച്ചുകൊണ്ട് ഈ മാറ്റി വെക്കുന്ന സംഖ്യ നമ്മളുടെ നിക്ഷേപമാക്കി മാറ്റുകയും ബാക്കി വരുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ശമ്പളം എന്ന ഒരു ധാരണ വെച്ചുകൊണ്ട് അതുകൊണ്ട് നമ്മളും നമ്മുടെ കുടുംബവും ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു നല്ല ജീവിതം ഉണ്ടാകും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണം എനിക്ക് പറയാം. നമ്മളിവിടെ ജീവിക്കുന്ന കാലത്ത് മാസം പ്രതി 1000 ഇന്ത്യൻ ഉറുപ്പിക ഇങ്ങനെ മാറ്റിവെക്കുകയും അത് എല്ലാ മാസവും നിക്ഷേപിച്ചു കൊണ്ടിരിക്കുകയും ചെയ്താൽ 12% അതിന് ലാഭം കിട്ടുമെന്നും നമ്മൾ ധരിച്ചാൽ 10 വർഷം അങ്ങനെ ചെയ്താൽ നമ്മൾ ചെയ്യുന്നത് 10 വർഷം കൊണ്ട് 1,20,000 ഉറുപ്പികയാണ്. അത് 12% റിട്ടേൺ കിട്ടുകയാണെങ്കിൽ 2,30,000 ആവും. 20 വർഷം അങ്ങനെ ചെയ്താൽ നമ്മൾ ചെയ്യുന്നത് 2,40,000 പക്ഷേ അതിന് കിട്ടുന്നത് 9,99,000 ഉറുപ്പികയാണ് 20 വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. 30 വർഷം നമ്മൾ അങ്ങനെ തുടരുകയാണെങ്കിൽ നമ്മൾ അടക്കുന്നത് 3,60,000 ഉറുപ്പികയാണ്. പക്ഷേ 30 വർഷം കഴിഞ്ഞാൽ 12% വെച്ച് റിട്ടേൺ കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 35 ലക്ഷമാണ്. ഇങ്ങനെ 30 വർഷവും അതിൽ കൂടുതലും ജീവിച്ചവർ പോലും എന്നെ വിളിച്ച് പറയാറ്, സാറേ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് തിരിച്ചു പോയാൽ ജീവിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ബോധ്യപ്പെട്ടത്. ഇപ്പോൾ എനിക്ക് ഇത്ര വയസ്സായി, ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ട്, 2 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ വന്ന കാലം മുതൽ ഇത്രയും നിസ്സാരമായൊരു സംഖ്യ, അന്ന് അത്ര സാധിച്ചിരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെ എത്രയോ ഇരട്ടി മാറ്റിവെക്കുവാൻ സാഹചര്യമുള്ള അവസരമുണ്ട്. അങ്ങനെ ആയാലും ഇതുപോലെ ഉയർന്ന സംഖ്യ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കും. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇത് സാധിക്കുമായിരുന്നു. ഇപ്പോൾ ഈ പ്രോഗ്രാം കേൾക്കുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ടായിരിക്കും. ആ ചെറുപ്പക്കാർ ഒട്ടും വൈകാതെ ചെയ്യേണ്ടത് ഇന്നു മുതൽ നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് 20% മാറ്റിവെച്ച് വരുമാനം ബാക്കിയുള്ളതാണെന്നൊരു ധാരണ ഉണ്ടാക്കുകയും
അതുകൊണ്ട് ജീവിക്കാൻ ശീലിക്കുകയും ചെയ്യുക. അങ്ങനെ ശീലിക്കുന്നതിനൊപ്പം എല്ലാ മാസവും ഈ ബാക്കി ആദ്യം മാറ്റിവെച്ച സംഖ്യ നിക്ഷേപമാക്കി മാറ്റുക. അങ്ങനെ നിക്ഷേപിക്കാൻ ധാരാളം അവസരങ്ങൾ ഇന്ത്യയിലുണ്ട്. ഏറ്റവും ചുരുങ്ങിയ സംഖ്യ കൊണ്ട് നിക്ഷേപിക്കാവുന്ന മ്യൂച്വൽ ഫണ്ടുണ്ട്. വെറും 500 രൂപ കൊണ്ട് ഓരോ മാസവും നിക്ഷേപിക്കാം. ഓഹരികളുണ്ട്. ഒരു 10,000 ഉറുപ്പിക ഉണ്ടെങ്കിൽ പോലും ഓഹരികൾ വാങ്ങിക്കാം. അത് കഴിഞ്ഞാൽ ഗോൾഡിൽ നിക്ഷേപിക്കാം. ചെറിയ സംഖ്യ ഉണ്ടെങ്കിൽ പോലും അതിൽ നിക്ഷേപിക്കാൻ അവസരമുണ്ട്. ഇതിനും പുറമെ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ പോലുള്ള പദ്ധതികൾ നാട്ടിലുണ്ട്. ഇൻഷുറൻസ് പ്ലാനുകൾ നാട്ടിലുണ്ട്. പല നിക്ഷേപ ഡെപ്പോസിറ്റ് സ്കീമുകളുണ്ട്. പോസ്റ്റ് ഓഫീസിലുണ്ട്, KFC പോലുള്ള ചിറ്റുകളുണ്ട്, ഇങ്ങനെ പലതുമുണ്ട്. അതിനും പുറമെ നമ്മുടെ നാട്ടിൽ ചെറിയ ഭൂമി ചെറിയ വിലക്ക് കിട്ടുകയാണെങ്കിൽ അതിന് മാത്രം പണം കയ്യിലുള്ളവർക്ക് ചെറിയ ചെറിയ പ്ലോട്ടുകൾ മേടിച്ചിരുന്നത് ചെയ്യാം. അതും നടക്കാവുന്ന കാര്യമാണ്. അതിനു പുറമെ ഭൂമി ലീസിനെടുത്ത് കൃഷി ചെയ്യാൻ ധാരാളം അവസരമുണ്ട്. അങ്ങനെയുള്ളവർക്ക് അത് ചെയ്യാൻ സാധ്യതകളുണ്ട്. മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടിലെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ട്. അതെല്ലാം യാതൊരു പ്രോസസ്സിങ്ങും അല്ലെങ്കിൽ വാല്യൂ അഡീഷൻ, മൂല്യവർദ്ധനവ് ഒന്നും നടത്താതെ അതേപടി കയറ്റിയേക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള ധാരാളം അവസരമുണ്ട്. അത് ചെയ്യാം. കെട്ടിടങ്ങൾ ഉണ്ടാക്കി വിൽക്കാം. ഇതും കഴിവുള്ളവർക്ക് ചെയ്യാം. ഇങ്ങനെ ധാരാളം നിക്ഷേപ അവസരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതെല്ലാം നമുക്കൊക്കെ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അത് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതെല്ലാം നമുക്ക് ചെയ്യാം. ഇത് ഇന്നിപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിൽ കൂടെ ചെയ്തത് ഇനി വരും കാലങ്ങളിലുള്ള പ്രോഗ്രാമുകളിൽ, ആഴ്ചകളിലുണ്ടാകുന്ന പ്രോഗ്രാമുകളിൽ സ്പർശിക്കുന്ന വിഷയങ്ങളാണ്. ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ ഈ പറയുന്ന വിഷയങ്ങൾ വളരെ വിശദമായി വിശദീകരിക്കുന്നതായിരിക്കും. ലൈഫ് ലൈൻ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളും പുതിയ നിർദ്ദേശങ്ങളും നൽകുന്ന പരിപാടിയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് മെയിലായി അയയ്ക്കുക. programs@ntvUAE.com അല്ലെങ്കിൽ ഞങ്ങളെ വിളിക്കുക 0653 555 63 എന്ന നമ്പറിലേക്ക്.